എൻ്റെ കൂട്ടത്തിലുള്ള പല ഫ്രണ്ട്സും പറയും മാത്സ് ഭയങ്കര ടഫാണ്, ഭയങ്കര പാടാണ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എന്നൊക്കെ. മാത്സിനെ അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ മാത്സ് എളുപ്പമാണ് കേട്ടോ. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും കാണുമല്ലോ. ഇപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റണ്ണിങ് നല്ല പാടാണ്, ഏറ്റവും പാടുള്ള കാര്യമാണ്. ചിലർക്ക് റണ്ണിങ്ങൊക്കെ ഏറ്റവും എളുപ്പമാണെന്ന് തോന്നും. പക്ഷേ എന്തോ എനിക്കറിയില്ല ഞാൻ എത്ര അടുത്ത് ഫിസിക്കലിൻ്റെ ക്ലാസ്സിന് പോയിട്ടുണ്ട് എന്നുള്ളത്. പല ടെസ്റ്റുകളും കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതിൽ ഫിസിക്കൽ റണ്ണിങ് ഓടിക്കയറാൻ പറ്റിയിട്ടില്ല. ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക് അതൊന്നുമല്ല. ഞാൻ ഒരു ഫിബനോസി സീരീസ് എന്ന് പറഞ്ഞ ഒരെണ്ണത്തിനെ കുറിച്ച് പറയാനാണ് വന്നത്. ഫിബനോസി സീരീസ് എന്ന് പറയുമ്പോഴത്തേന് 0, 1, 1, 2, 3, 5, 8, 13 അങ്ങനെ പോകുന്നു സീരീസ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്തടുത്ത് രണ്ട് നമ്പറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ അടുത്ത നമ്പർ കിട്ടും. ഇപ്പോൾ 1 കൂട്ടുമ്പോഴത്തേന് 2 കിട്ടി. 2 + 1 3. അടുത്ത് 3യും 2ഉം അടുത്തടുത്ത് കിടക്കണം. 3 + 2 5. അടുത്ത് 5ഉം 3യും അടുത്ത് കിടക്കണം. 5 + 3 8. അടുത്ത് 8 + 5 13. അങ്ങനെ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഫിബനോസി സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നേച്ചറിലും പലയിടത്തും കാണാൻ പറ്റും. ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിൽ അതൊരു പ്രോജക്റ്റായിട്ട് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ ഇന്നിപ്പോൾ ഇത് തപ്പാനായിട്ട് പുറത്തിറങ്ങി. അങ്ങനെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് പറിച്ചു. എൻ്റെ വീട്ടിലുള്ള ഇതൊക്കെ പറിച്ച് കളഞ്ഞ് എന്തിനാണെന്ന് ചോദിക്കരുത്. ഇതെനിക്ക് ഇത് നോക്കാൻ വേണ്ടി എടുത്തതാണ്. ഇതാ ഈ ഫ്ലവർ, ഇതിന് 5 പെറ്റൽസ്. അതൊക്കെ ഇത് എൻ്റെ വീട്ടിലുണ്ടായ മുല്ലപ്പൂവാണ്. ഇതിന് 13 പെറ്റൽസാണ്. അടുത്തത് ഇത് വീട്ടിലുണ്ടായ ചെറിയ പാലപ്പൂ ടൈപ്പ്, ഇതിന് 5 പെറ്റൽ. ഇതെല്ലാം ഫിബനോസി നമ്പേഴ്സാണ് കേട്ടോ. അടുത്ത ഈ ഒരു പൂ, അതിന് 5 പെറ്റൽസ്, അതും ഫിബനോസി നമ്പർ. ഓക്കെ, ഇതിന് 3 പെറ്റൽസാണ്, അതും ഫിബനോസി നമ്പറാണ്. സെയിം ടൈപ്പ് വേറൊരു കളറുള്ള ഫ്ലവർ എന്നേ ഉള്ളൂ. ഇതിനും 3 പെറ്റൽസ്, ഇതും ഫിബനോസി നമ്പർ. ഇതിന് 5 പെറ്റൽസ്, ഇതും ഫിബനോസി നമ്പർ. പക്ഷേ നമ്മുടെ തെറ്റി, ഇതിന് 4 പെറ്റൽസ്, ഇത് ഫിബനോസി നമ്പർ അല്ല. എനിക്കാകെ കൺഫ്യൂസ്ഡ് ആണ്. അതും ഇനി തെറ്റിൽ ഇതിലും എല്ലാം പോയിട്ടുണ്ടോ? എനിവേ, ഫിബനോസി നമ്പേഴ്സ് നമുക്ക് നേച്ചറിൽ നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും. ഇവൻ പെറ്റൽസിൻ്റെ അറേഞ്ച്മെൻറ്റ്, ശാഖകളുടെ അറേഞ്ച്മെൻറ്റ്, അങ്ങനെ എല്ലാം വരുമ്പോൾ ഫിബനോസി നമ്പർ വരും. നമുക്ക് ചില ക്വസ്റ്റ്യൻസ് വരെ ഫിബനോസി നമ്പർ വെച്ചിട്ട് എളുപ്പം ചെയ്യാനും കഴിയും. നിങ്ങളെ ഇന്നൊരു പുതിയ നമ്പർ സീരീസിനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇനി വീഡിയോ എടുത്തത്. താങ്ക് യു.